ബി സപ്പോസ് ടു. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴോ അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴോ നമ്മൾ ബി സപ്പോസ് ടു യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. അതേപോലെ തന്നെ ബി സപ്പോസ് ടു നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് പറയുവാനായിട്ടാണ് നമ്മൾ ബി സപ്പോസ് ടു യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത്. സപ്പോസ് ടു എന്നാണ് നമ്മൾ പറയുന്നത്, സപ്പോസ്ഡ് ടു എന്ന് നമ്മൾ പറയാറില്ല. സപ്പോസ് ടു എന്ന് പറയുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളത്. സപ്പോസ് ടു എന്ന് വേണം നിങ്ങൾ പറയുവാനായിട്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ആദ്യം നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്, ഐ വാസ് സപ്പോസ് ടു വേക്ക് അപ്പ് ഇയർലി ടുഡേ ബട്ട് ഐ ഡിഡിൻറ്റ്. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു, ബട്ട് ഐ ഡിഡിൻറ്റ്, പക്ഷേ ഞാൻ എഴുന്നേറ്റില്ല. ഓർക്കുക, ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് എൻ്റെ ചുമതലയായിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു, എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ നേരത്തെ എഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബി സപ്പോസ് ടു യൂസ് ചെയ്ത് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. ഐ വാസ് സപ്പോസ് ടു വേക്ക് അപ്പ് ഇയർലി ടുഡേ ബട്ട് ഐ ഡിഡിൻറ്റ്. വാസ് സപ്പോസ് ടു ആണ്, വാസ് ആണ് വന്നിരിക്കുന്നത്. ബിയുടെ ഫോമാണ് വാസ്, അതായത് വാസ് വന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. ഐ വാസ് സപ്പോസ് ടു വേക്ക് അപ്പ് ഇയർലി ടുഡേ ബട്ട് ഐ ഡിഡിൻറ്റ്. ഞാനിന്ന് നേരത്തെ എഴുന്നേൽക്കേണ്ടതായിരുന്നു, ബട്ട് ഐ ഡിഡിൻറ്റ്, പക്ഷേ ഞാൻ എഴുന്നേറ്റില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ വാസ് സപ്പോസ് ടു ഗോ ടു ക്ലാസ് ടുഡേ ബട്ട് ഷീ ഡിഡിൻറ്റ്. അവൾ ഇന്ന് ക്ലാസ്സിന് പോകേണ്ടതായിരുന്നു, ബട്ട് ഷീ ഡിഡിൻറ്റ്, പക്ഷേ അവൾ പോയില്ല. അതായത് ഇന്ന് അവൾ ക്ലാസ്സിന് പോകേണ്ടത് അവളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതേപോലെ തന്നെ അവൾ ക്ലാസ്സിന് ചെല്ലുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഷീ വാസ് സപ്പോസ് ടു ഗോ ടു ക്ലാസ് ടുഡേ ബട്ട് ഷീ ഡിഡിൻറ്റ്. നെക്സ്റ്റ്, ഹി വാസ് സപ്പോസ് ടു ഫിനിഷ് സം വർക്ക് യെസ്റ്റർഡേ ബട്ട് ഹി റാൻ ഔട്ട് ഓഫ് ടൈം. അദ്ദേഹം ഇന്നലെ കുറച്ച് വർക്കുകൾ തീർക്കേണ്ടതായിരുന്നു, ബട്ട് ഹി റാൻ ഔട്ട് ഓഫ് ടൈം, പക്ഷേ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ലായിരുന്നു. ഹി വാസ് സപ്പോസ് ടു ഫിനിഷ് സം വർക്ക് യെസ്റ്റർഡേ ബട്ട് ഹി റാൻ ഔട്ട് ഓഫ് ടൈം. ഓർക്കുക, അദ്ദേഹം ഇന്നലെ വർക്ക് തീർക്കുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയുമായിരുന്നു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ വാസ് സപ്പോസ് ടു കാൾ മീ ലാസ്റ്റ് നൈറ്റ് ബട്ട് ഷീ ഫോർഗോട്ട്. അവൾ ഇന്നലെ രാത്രിയിൽ എന്നെ വിളിക്കേണ്ടതായിരുന്നു, പക്ഷേ അവൾ മറന്നുപോയി, ബട്ട് ഷീ ഫോർഗോട്ട്. അപ്പോൾ അവൾ ഇന്നലെ എന്നെ വിളിക്കേണ്ടത് അവളുടെ ചുമതലയായിരുന്നു. അതേപോലെ തന്നെ അവൾ എന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഷീ വാസ് സപ്പോസ് ടു കാൾ മീ ലാസ്റ്റ് നൈറ്റ് ബട്ട് ഷീ ഫോർഗോട്ട്. നെക്സ്റ്റ്, വി വെയർ സപ്പോസ് ടു മീറ്റ് അറ്റ് ദി കഫേ ബട്ട് ഇറ്റ്സ് ക്ലോസ് ടുഡേ. ഞങ്ങൾ ഇന്ന് കഫേയിൽ വെച്ച് കണ്ടുമുട്ടേണ്ടതായിരുന്നു, ബട്ട് ഇറ്റ്സ് ക്ലോസ് ടുഡേ, പക്ഷേ ഇന്നത് അടച്ചിരുന്നു. ഓർക്കുക, ഞങ്ങൾ ഇന്ന് കഫേയിൽ വെച്ച് കണ്ടുമുട്ടേണ്ടത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. വി വെയർ സപ്പോസ് ടു മീറ്റ് അറ്റ് ദി കഫേ ബട്ട് ഇറ്റ്സ് ക്ലോസ് ടുഡേ. നെക്സ്റ്റ്, ഷീ വാസ് സപ്പോസ് ടു ഫിനിഷ് ഹെർ പ്രോജക്റ്റ് ലാസ്റ്റ് വീക്ക് ബട്ട് ഷീ ഗോട്ട് സിക്ക്. അവൾ ലാസ്റ്റ് വീക്കിൽ അവളുടെ പ്രോജക്റ്റ് തീർക്കേണ്ടതായിരുന്നു, ബട്ട് ഷീ ഗോട്ട് സിക്ക്, പക്ഷേ അവൾക്ക് സുഖമില്ലാതെയായി. ഓർക്കുക, അവൾ ലാസ്റ്റ് വീക്കിൽ പ്രോജക്റ്റ് തീർക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ അത് അവളുടെ ഡ്യൂട്ടിയുമായിരുന്നു. ഷീ വാസ് സപ്പോസ് ടു ഫിനിഷ് ഹെർ പ്രോജക്റ്റ് ലാസ്റ്റ് വീക്ക് ബട്ട് ഷീ ഗോട്ട് സിക്ക്. നെക്സ്റ്റ്, ഐ വാസ് സപ്പോസ് ടു മീറ്റ് ഹെർ ഫോർ ലഞ്ച് ബട്ട് ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞാൻ അവളെ ലഞ്ചിന് വെച്ച് കണ്ടുമുട്ടേണ്ടതായിരുന്നു, മീറ്റ് ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്, പക്ഷേ ഞാൻ ട്രാഫിക്കിൽ സ്റ്റക്കായിപ്പോയി. അവളെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളത് നേരത്തെ പ്ലാൻ ചെയ്തതുമായിരുന്നു. ഐ വാസ് സപ്പോസ് ടു മീറ്റ് ഹെർ ഫോർ ലഞ്ച് ബട്ട് ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. നെക്സ്റ്റ്,
ദ റെസ്റ്റോറൻറ്റ് വാസ് സപ്പോസ് ടു ബി ഓപ്പൺ അണ്ടിൽ 10 ബട്ട് ദേ ക്ലോസ്ഡ് എയർലി. റെസ്റ്റോറൻറ്റ് 10 മണി വരെ തുറന്നിടേണ്ടതായിരുന്നു, ബട്ട് ദേ ക്ലോസ്ഡ് എയർലി. റെസ്റ്റോറൻറ്റ് 10 മണി വരെ തുറന്നിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അതേപോലെ തന്നെ അത് അവരുടെ ഡ്യൂട്ടിയുമായിരുന്നു. ദ റെസ്റ്റോറൻറ്റ് വാസ് സപ്പോസ് ടു ബി ഓപ്പൺ അണ്ടിൽ 10 ബട്ട് ദേ ക്ലോസ്ഡ് എയർലി. നെക്സ്റ്റ്, ദ ഈവൻറ്റ് വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് അറ്റ് 6 ബട്ട് ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂസ്. ഈവൻറ്റ് 6 മണിക്ക് തുടങ്ങേണ്ടതായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂസ്. പക്ഷേ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ഡിലേ ആയിപ്പോയി. ദ ഈവൻറ്റ് വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് അറ്റ് 6 ബട്ട് ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഇഷ്യൂ. ഓർക്കുക, ഈവൻറ്റ് 6 മണിക്ക് തുടങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അതേപോലെ തന്നെ 6 മണിക്ക് തുടങ്ങേണ്ടത് അവരുടെ ചുമതലയുമായിരുന്നു. ഇനി നമുക്ക് ബി സപ്പോസ് ടു ചേർത്ത് പ്രസൻറ്റ് ടെൻസിലുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ബി അതിൻ്റെ ഫോമുകളായ ആം അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ഈസ് എന്നീ ഫോമുകളിലോട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ സെൻസിലോട്ട് പോകാം. ഒന്നാമത്, വാട്ട് ആർ യു സപ്പോസ് ടു ഡു ടുഡേ? ഇന്ന് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? മീൻസ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ് ചോദിക്കുന്നത്. വാട്ട് ആർ യു സപ്പോസ് ടു ഡു ടുഡേ? ഐ ആം സപ്പോസ് ടു മീറ്റ് സമ്മൺ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരാളെ കാണേണ്ടതായിട്ടുണ്ട്. ഐ ആം സപ്പോസ് ടു മീറ്റ് സമ്മൺ ദിസ് ആഫ്റ്റർനൂൺ. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരാളെ കാണണമെന്ന് അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റേയാൾ ഇദ്ദേഹത്തെ കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബി സപ്പോസ് ടു ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഐ ആം സപ്പോസ് ടു മീറ്റ് സമ്മൺ ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരാളെ കാണേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്, ഐ ആം സപ്പോസ് ടു ബ്രിങ് ഫുഡ് ടു ദ പിക്നിക്. ഞാൻ പിക്നിക്കിന് ഫുഡ് കൊണ്ടുവരേണ്ടതാണ്. അതായത് പിക്നിക്കിന് വരുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡ് കൊണ്ടുവരുമെന്ന്, അതേപോലെ തന്നെ അതവർ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഞാൻ ഫുഡ് കൊണ്ടുവരുമെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ആം സപ്പോസ് ടു ബ്രിങ് ഫുഡ് ടു ദ പിക്നിക്. ഞാൻ പിക്നിക്കിന് ഫുഡ് കൊണ്ടുവരണം, ഫുഡ് കൊണ്ടുവരേണ്ടതാണ്. നെക്സ്റ്റ്, ഹി ഈസ് സപ്പോസ് ടു വെയർ എ സ്യൂട്ട് ഇൻ ദി ഓഫീസ്. അദ്ദേഹം ഓഫീസിൽ സ്യൂട്ട് ധരിക്കേണ്ടതാണ്. ഹി ഈസ് സപ്പോസ് ടു വെയർ എ സ്യൂട്ട് ഇൻ ദി ഓഫീസ്. അതായത് അദ്ദേഹം സ്യൂട്ട് ധരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, അതേപോലെ തന്നെ മറ്റുള്ളവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓഫീസിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹി ഈസ് സപ്പോസ് ടു വെയർ എ സ്യൂട്ട് ഇൻ ദി ഓഫീസ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, യു ആർ സപ്പോസ് ടു പ്രിപ്പയർ ഫോർ യുവർ ക്ലാസ്സസ്. നീ നിൻ്റെ ക്ലാസ്സുകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതാണ്. യു ആർ സപ്പോസ് ടു പ്രിപ്പയർ ഫോർ യുവർ ക്ലാസ്സസ്. അതായത് നീ പ്രിപ്പയർ ചെയ്യണമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയുമാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യു ആർ സപ്പോസ് ടു പ്രിപ്പയർ ഫോർ യുവർ ക്ലാസ്സസ്. നെക്സ്റ്റ്, ഐ ആം സപ്പോസ് ടു സബ്മിറ്റ് മൈ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. ഞാൻ ഫ്രൈഡേക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഐ ആം സപ്പോസ് ടു സബ്മിറ്റ് മൈ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. അതായത് ഞാൻ ഫ്രൈഡേക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതെൻ്റെ ചുമതലയുമാണ്. ഐ ആം സപ്പോസ് ടു സബ്മിറ്റ് മൈ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. നെക്സ്റ്റ്, ദ പാക്കേജ് ഈസ് സപ്പോസ് ടു അറൈവ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. പാക്കേജ് ഈ ആഴ്ചയ്ക്ക് മുമ്പായിട്ട് അറൈവ് ചെയ്യും, എത്തും. ദ പാക്കേജ് ഈസ് സപ്പോസ് ടു അറൈവ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. അതായത് പാക്കേജ് ഈ ആഴ്ചക്കുള്ളിൽ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്, അതേപോലെ തന്നെ പാക്കേജ് എത്തിക്കേണ്ടത് അവരുടെ ചുമതലയുമാണ്. ദ പാക്കേജ് ഈസ് സപ്പോസ് ടു അറൈവ് ബൈ ദ എൻഡ് ഓഫ് ദ വീക്ക്. നെക്സ്റ്റ്, വി ആർ സപ്പോസ് ടു ഫോളോ ദ സേഫ്റ്റി പ്രോട്ടോകോൾസ് അറ്റ് ഓൾ ടൈംസ്. നമ്മൾ എല്ലാ സമയത്തും സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കേണ്ടതാണ്. വി ആർ സപ്പോസ് ടു ഫോളോ ദ സേഫ്റ്റി പ്രോട്ടോകോൾസ് അറ്റ് ഓൾ ടൈംസ്. അതായത് നമ്മൾ സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കേണ്ടത് നമ്മളുടെ ചുമതലയുമാണ്, അതേപോലെ തന്നെ മറ്റുള്ളവർ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വി ആർ സപ്പോസ് ടു ഫോളോ ദ സേഫ്റ്റി പ്രോട്ടോകോൾസ് അറ്റ് ഓൾ ടൈംസ്. നെക്സ്റ്റ്, യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യുവാനായിട്ട് പാടില്ല. നെഗറ്റീവാണ്. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യരുത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്.
നെക്സ്റ്റ്, വാട്ട് ആർ യു ഡൂയിങ് ടു നൈറ്റ്? ഇന്ന് രാത്രിയിലത്തെ നിൻ്റെ പ്ലാൻ എന്തുവാണ്? വാട്ട് ആർ യു ഡൂയിങ് ടു നൈറ്റ്? ഐ വാസ് സപ്പോസ് ടു ഗോ സീ എ മൂവി ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്. ഞാനൊരു മൂവിക്ക് പോകുവാനായിട്ടായിരുന്നു ഇരുന്നത്, ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി, മീൻസ് വേറൊരു തീരുമാനമെടുത്തു. ഐ വാസ് സപ്പോസ് ടു ഗോ സീ എ മൂവി ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്. ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഫ്യൂച്ചറാണ്. ഇന്ന് രാത്രിയിലത്തെ നിൻ്റെ പ്ലാൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ യു ഡൂയിങ് ടു നൈറ്റ്? അപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് ഐ വാസ് സപ്പോസ് ടു ഗോ സീ എ മൂവി. ഞാൻ മൂവിക്ക് പോകാനായിട്ടായിരുന്നു ഇരുന്നത്, ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്. പക്ഷേ ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. ഈ ഒരു ആൻസർ നമുക്ക് ഇങ്ങനെയും പറയാം, വാസിന് പകരം ആമും ചേർത്ത് പറയാം. സെയിം ആശയം തന്നെയാണ്, കാരണം ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഐ ആം സപ്പോസ് ടു ഗോ സീ എ മൂവി ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്. രണ്ട് രീതിയിലും ആൻസർ നമുക്ക് പറയാം. ആശയം സെയിം തന്നെയാണ്, വാസും യൂസ് ചെയ്യാം, ആമും യൂസ് ചെയ്യാം. ആശയം സെയിം തന്നെയാണ്. ഐ ആം സപ്പോസ് ടു ഗോ സീ എ മൂവി ബട്ട് ഐ ചേഞ്ച് മൈ മൈൻഡ്.